ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 26 ജൂൺ 2026 സ്ലീഹാനോമിൻ്റെ 11-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 177-ാമത്തെ ദിവസം. ഇന്ന് 548-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം സ്ലീഹാ നോമ്പിൻ്റെ 11-ാമത്തെ ദിവസം, അഥവാ 13 നോമ്പിൻ്റെ 11-ാമത്തെ ദിവസം. സഭ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ കാനോനിക നോമ്പ് 5 ആണ് എന്നും അതിൽ 106 ദിവസങ്ങളാണ് ഉള്ളതെന്നും നമുക്ക് ഏവർക്കും അറിയാം. നാം പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സേവിക്കുന്നവരാണ് എങ്കിൽ ആ 106 ദിവസവും നമ്മൾ നോമ്പ് ആചരിക്കുന്നു. നോമ്പിൻ്റെ 2 ചിറകുകളായ പ്രാർത്ഥനയും ഉപവാസവും നാം കൃത്യമായി ചെയ്യുകയും ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മളിൽ എത്ര പേരുണ്ട് ആ കാനൂനിക നോമ്പ് ശരിയായ രീതിയിൽ ആചരിക്കുന്നവർ? ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ ഉപവസിക്കേണ്ടതുണ്ട്. ആ എത്ര പേർ നമ്മൾ ഉപവസിക്കുന്നുണ്ട് എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഒരു കാര്യം നമുക്ക് എവർക്കും അറിയാം, ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ കഴിവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് അറിയാവുന്ന നമ്മളിൽ എത്ര പേര് ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒരു ഷോ എന്ന രീതിയിൽ മാത്രം ഈ നോമ്പുകളെ ആചരിക്കുകയും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ആ സോദോം ഗൊമോറയുടെ അവസ്ഥ നമുക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ തിരുത്തേണ്ടതുണ്ട്. ആ യോനാ പ്രവാചകൻ ചെന്ന് നിനവേയിൽ സന്ദേശം അറിയിച്ചപ്പോൾ അവരെല്ലാവരും ഇരട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് ഉപവസിച്ചതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് നമ്മോട് ആരെങ്കിലും ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെയും അങ്ങനെ ഉപവസിക്കാൻ തയ്യാറാകുമോ? പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തയ്യാറാകുമോ എന്ന് നമ്മോട് തന്നെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. രാവിലെയും വൈകിട്ടുമെങ്കിലും ഒരു ഗ്യാപ്പ് കൂടാതെ പ്രാർത്ഥിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട് എന്ന്. നമ്മുടെ സഭ ഓരോ മേലധ്യക്ഷന്മാരും നമ്മെ ഓരോരുത്തരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. എന്നാൽ നമ്മിൽ എത്ര പേർ അത് ശിരസ വഹിച്ചുകൊണ്ട് നാം അവർ പറഞ്ഞു തരുന്നതായ വഴിയിലൂടെ ജീവിക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്നത് 13 നോയമ്പാണ്. 13 നോയമ്പിൻ്റെ 11-ാമത്തെ ദിവസമാണിന്ന്. ഇന്നേ ദിവസം വിശുദ്ധ എരിവുകാരനായ ശീമോൻ ശ്ലീഹായെ സ്മരിച്ചുകൊണ്ടാണ് നാം നോമ്പ് നോക്കുന്നത്. തീഷ്ണവാനായ വിശുദ്ധ ശീമോൻ എന്നും എരിവുകാരനായ ശീമോൻ എന്നും കനാന്യനായ ശീമോൻ എന്നും അറിയപ്പെടുന്ന ശീമോൻ ഒരു യഹൂദ വിപ്ലവ സംഘടനയായ സേലോട്ടിസത്തിൻ്റെ അംഗമായിരുന്നു. റോമാക്കാരിൽ നിന്നും യഹൂദജാതിക്കാരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു സേലോട്ടിസ് പൊരുതിയിരുന്നത് എന്ന് നമുക്ക് ചരിത്രം വായിക്കുന്നവർക്ക് ഇവർക്കും അറിയാം. യേശുവിൻ്റെ ശിഷ്യനായി കഴിഞ്ഞപ്പോൾ ആന്തരിക വിപ്ലവത്തിന് ആകൃഷ്ടനാകുവാൻ ശീമോന് കഴിഞ്ഞു. വിശുദ്ധ ശീമോൻ ഈജിപ്ത്, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ, സിറിയ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വിശ്വസിക്കുന്നു. അബ്ദിയാസിൻ്റെ അപ്പോസ്തോലിക ചരിത്രം എന്ന കൃതിയിൽ യൂദാ ശ്ലീഹായും ശീമോൻ ശ്ലീഹായും ഒന്നിച്ച് പേർഷ്യയിൽ സുവിശേഷം അറിയിച്ചുവെന്ന് അവിടെ വെച്ചും രക്തസാക്ഷികളായി എന്നും പറയുന്നു. ഈ ശ്ലീഹന്മാരെ നാം നോക്കുമ്പോൾ അവർ 13 പേരിൽ 12 പേരും 13 പേര് എന്ന് ഉദ്ദേശിക്കുന്നത്
പൗലോസ് സ്ലീഹായെ കൂടി ചേർത്താണ്. ആ 13 പേരിൽ യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷി മരണമാണ് വരിച്ചത്. കാരണം അന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കാലമായിരുന്നു. ക്രിസ്ത്യാനികളുടെ പേര് പറഞ്ഞാൽ അപായം ഉണ്ടായിരുന്ന ഒരു കാലം. എന്നാൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് എത്രയോ സ്വാതന്ത്ര്യമായി ജീവിക്കുന്നു. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം. നമ്മളൊക്കെയും സ്വതന്ത്രരാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് ഒരു ഹാനി സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ ദൈവത്തിൻ്റെ തൃപാദത്തിൽ സമർപ്പിച്ച് നാം ദിവസവും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ടും നന്ദി അർപ്പിക്കുകയും സ്തുതിയും സ്തോത്രം അറിയിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളെ എല്ലാവരെയും ദൈവത്തിൻ്റെ കൃപാദത്തിൽ സമർപ്പിച്ച് അവൻ തന്നിട്ടുള്ളതായ ബാക്കി ജീവിതം ആത്മീയമായി ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്താണ് നാം ഇപ്പോൾ കഴിയുന്നത്. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.